ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോയത് ഈ മഴവിൽ മരമാണ് കേട്ടോ. ഏഷ്യയിൽ ഇത് വളരെ വിരളായിട്ടേ കാണാനുള്ളൂ. ഈ കാണുന്നത് ഇരിഞ്ഞാലക്കുട നഗരസഭയിലാണ്. ഡിസംബർ ജനുവരി ആകുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ കളറും കാണാൻ പറ്റുക. ഇതിൻ്റെ പുറന്തൊലിയൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, റെഡ്, യെല്ലോ തുടങ്ങിയ കുറച്ച് കളറുകളായിട്ട് ഇത് കാണാം. ശരിക്കൊരു മരത്തിൽ പെയിൻ്റ് അടിച്ച പോലെയാണ് ആ സമയങ്ങളിൽ കാണാമെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് അടുത്ത യാത്ര തുടർന്നു. രണ്ട് വശങ്ങളും ഇതുപോലെ നല്ല പാടങ്ങളും നല്ല പച്ചപ്പുമായിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. കണ്ണിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇരിഞ്ഞാലക്കുട മാനാങ്കുഴി ചെക്ക് ഡാമിലേക്കാണ് ഞങ്ങളിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലും ചൂടും ഒക്കെയുള്ള നട്ടുച്ച സമയത്താണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ തണുത്തു. പിന്നെ വെള്ളത്തിലിറങ്ങി കളിയായി ചിരിയായി നല്ല രസമായിരുന്നു. വെയിലൊന്നും നമുക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അവിടെ കുറേ പേരൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്തിനടുത്തുള്ളവരൊക്കെ തന്നെ. അപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും നല്ല തിരക്കാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആണ് പോയത്, എന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. ഈ ഒരു വ്യൂ കാണുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിനെയാണ് ഓർമ്മ വരാട്ടോ. അവൾ ചെറുതിലേ മുതൽ പറയുന്ന സ്ഥലമാണ്. ഇതുപോലുള്ള ചെക്ക് ഡാമിൽ പോകുന്നതാണ് അവളുടെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും ആദ്യത്തെ ആഗ്രഹമാണ്. അത് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സ്ഥലം അവൾ എപ്പോഴും പറയും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകണമെന്ന്. ഇനി ഒരിക്കലും അവളെയും കൂടി കൊണ്ടുവരണം. ഇതിപ്പോൾ ഞങ്ങളുടെ അസംപുരത്ത് നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവളെ കൂട്ടി ഒരു ദിവസം വരണം. ഈ വെള്ളത്തിലിറങ്ങാനൊന്നും ആൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മക്കൾക്കുള്ള ഡ്രസ്സ് മാത്രമേ വെറുതെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സ് എടുക്കാൻ നഷ്ടമായി. അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ സീൻ കാണുമ്പോൾ എനിക്ക് ആ നിലാപ്പൊങ്കലായാലോ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ആ തേന്മാവിൻ കൊമ്പത്തെ ടൈറ്റിൽ സോങ്ങില്ലേ അത്. എന്ത് രസ സ്ഥലം കാണാൻ. നിറയെ പാടവും വെള്ളവും കുറേ കിളികളും. അയ്യോ എന്ത് രസമാണ്. കുറേ കൊക്കും. ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് തൂക്കണംകുരുവി എന്ന് പേര് കേട്ടത്. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോഴാണ് ഈ താമരക്കുളം കണ്ടേ. എന്ത് രസമാണ്. ഇതുപോലുള്ള സ്ഥലമൊക്കെ എപ്പോഴും വീഡിയോസിൽ കാണാറുണ്ടെങ്കിലും പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് ഇതുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ആ ചെക്ക് ഡാമിക്ക് പോയി, പിന്നെ ഇതുവഴി വെറുതെ പോന്നതാ. അത് മുരിയാട് ഗ്രാമപഞ്ചായത്തായിരുന്നു. ആ വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് നമ്മൾ ഈ താമരക്കുളമൊക്കെ കണ്ടത് കേട്ടോ. അതിലേ വളഞ്ഞ് ഒരു 2 വളവ് കഴിയുമ്പോഴായിരുന്നു ആ താമരക്കുളം ഉണ്ടായിരുന്നത്. എനിക്ക് വേണ്ടി ആളൊരു താമരപ്പൂവൊക്കെ പൊട്ടിച്ച് തന്നിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് ഈ പാലത്തിൻ്റെ ഇവിടെയായിട്ട് സാധാരണ ആ റോസ് കളറുള്ള താമര ഉണ്ടായിരുന്നു. പക്ഷെ അത് വാടി നിൽക്കുമായിരുന്നു. ഈ വഴി എങ്ങോട്ട് പോയാലാണ് നമ്മൾ വീട്ടിലേക്കുള്ള വഴി നമുക്ക് അറിയൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഇതിലേ തന്നെ പോകാൻ തീരുമാനിച്ചു. എന്തായാലും അത് നഷ്ടമായില്ല. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. നോക്കി എന്ത് രസമല്ലേ. ആകാശവും നെല്ലും എല്ലാം കണ്ട് കൊതി തീർന്നില്ല. ഇനി ഒരിക്കൽ കൂടി ഇതിലേ പോകണം. വീടിനടുത്തുനിന്ന് ദേശത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് പോന്നപ്പോഴാണ് വഴിയിൽ നിറയെ പൂച്ചപ്പഴം. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. പൂച്ചയുടെ പൂട ഉള്ളത് കൊണ്ടാണ് അത്ര ഇതിന് പൂച്ചപ്പഴം എന്ന് പേര് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു രൂപം. എനിക്ക് പാഷൻ ഫ്രൂട്ട് പൊതുവെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷേ അച്ഛനും മക്കളൊക്കെ ഇത് നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയിൽ ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുള്ളുകളൊക്കെ കാണുന്ന പോലെ അത്രയ്ക്ക് ഹാർഡല്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മുള്ളുകളാണ്. അതിൻ്റെ ഇലകളായാലും ഭയങ്കര സോഫ്റ്റാണ്. ഞാനിത് പറിക്കുമ്പോൾ കൊതിയായിട്ട് 2 ആൾക്കാർ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ കണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെയാണെന്നാണ് പറഞ്ഞത്. 2 ആൾക്കാർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിലും എന്നത്തെയും പോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ യാത്രയും വളരെ മനോഹരമായിരുന്നു.